നമസ്കാരം. എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കോടതികൾ വാക്കാൽ നടത്തുന്ന പരാമർശങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന അവസ്ഥയാണിപ്പോൾ. ജനപ്രതിനിധികളുടെ പ്രതിപക്ഷത്തേക്കാൾ ഏറ്റവും വലിയ പ്രതിപക്ഷം കോടതി തന്നെയാകുന്ന അവസ്ഥയിലേക്ക് ചില സന്ദർഭങ്ങളെങ്കിലും മാറുകയും ചെയ്യുന്നു. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി ഇടത് സർക്കാർ മാറി. ഈ അവസ്ഥ പരിതാപകരം എന്ന് ഹൈക്കോടതി പറഞ്ഞത് ഈ കഴിഞ്ഞ 2025 നവംബർ 17 തിങ്കളാഴ്ചയാണ്. ആ പറഞ്ഞത് ഒരർത്ഥത്തിൽ കേരളത്തിലെ UDFനും NDAയ്ക്കും LDFനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ വടിയും അടിയുമായി മാറി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് A ബദറുദ്ദീൻ ഈ ഒരു പരാമർശം നടത്തിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ R ചന്ദ്രശേഖരനെയും മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷിനെയും കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ വിചാരണ ചെയ്യാൻ CBIക്ക് 3 തവണ അനുവാദം നിഷേധിച്ചതിനെ തുടർന്നുള്ള ഹർജി. ആ ഹർജിയിലാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി ഇടത് സർക്കാർ മാറി. ഈ അവസ്ഥ പരിതാപകരം എന്ന പ്രതികരണം കോടതി നടത്തിയത്. എന്തിനാണ് ഈ പറഞ്ഞ വ്യക്തികളെ സർക്കാർ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ച കോടതി കുറച്ചുകൂടി കടന്നുകൊണ്ട് ഇങ്ങനെയും പറഞ്ഞു, ഇടത് സർക്കാർ അധികാരത്തിൽ കയറിയത് അഴിമതി നടത്തില്ല എന്ന് പറഞ്ഞാണ് ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വാക്കാലുള്ള പരാമർശങ്ങൾ മാധ്യമങ്ങൾ കോടതിയുടെ തീർപ്പിന്റെ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതും സംപ്രേഷണം ചെയ്യുന്നതും കേസിന്റെ സാന്ദർഭികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആ വാക്കുകളെ അടർത്തി മാറ്റി ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ലേ എന്നതാണ്. പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേസിന്റെ മെറിറ്റിൽ നിന്ന് തന്നെ ചില നിരീക്ഷണങ്ങൾ പറഞ്ഞാലും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എതിർകക്ഷികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കോടതിയിലെ നിരീക്ഷണങ്ങൾ മാറുന്നത് ഉചിതമാണോ? നിരീക്ഷണങ്ങൾ പലപ്പോഴും വൈകാരികം കൂടിയാവും, തീർപ്പുകൾ എപ്പോഴും തെളിവിൻ്റെ അടിസ്ഥാനത്തിലും. ഇതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതി റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പിന്നീടത് പ്രാവർത്തികമാക്കുമ്പോഴും എപ്പോഴും കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരും ആ കാര്യം പിന്നീട് വായിക്കുന്ന ജഡ്ജസുമെല്ലാം കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. കോടതി പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല നിരീക്ഷണങ്ങൾ നടത്തും, പരാമർശങ്ങൾ നടത്തും. പല പരാമർശങ്ങളും ഒരു പക്ഷേ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന ന്യായാധിപൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണം ആയി എന്നും വന്നേക്കാം. ആ നിമിഷത്തിലെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ വരുന്ന വാക്കുകളും വാക്യങ്ങളുമായിട്ടത് വരാം. അതിനെ പിന്നീടുണ്ടാവുന്ന ഒരു വിധി പ്രഖ്യാപനത്തിന് നൽകുന്ന പ്രാധാന്യത്തെക്കാൾ ഉപരിയായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും അതിൻ്റെ ബ്രേക്കിംഗ് ഹെഡ്സായിട്ട് മാറ്റുന്നതിൽ ഔചിത്യക്കുറവുണ്ട് എന്ന് നേരത്തെ തന്നെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആ രീതിയിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ കോടതി പിന്നീട് തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഇല്ലാത്ത പല കാര്യങ്ങളും വാദപ്രതിവാദങ്ങൾക്കിടയിലും പരിഗണനയ്ക്കെടുക്കുമ്പോഴും ഒക്കെ ന്യായാധിപരുടെ നാവിൽ നിന്ന് വന്നത് അത് കോടതി മുറിക്കകത്തുള്ള ഒരു സംഭാഷണമായിട്ട് ഒതുങ്ങേണ്ടതാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദം ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടർമാർ ആ വാക്യത്തെ എടുത്തുകൊണ്ട് പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുള്ള വിധി പ്രഖ്യാപനം എന്തുമാവട്ടെ ആ വാക്യം ആ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് എന്നുള്ള ധാരണയോ തെറ്റിദ്ധാരണയോ കൊണ്ട് പ്രധാനപ്പെട്ട ശീർഷകമാക്കി മാറ്റിയതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് വെറും ചരിത്രം മാത്രമല്ല, വാസ്തവത്തിൽ അതായിരുന്നില്ല കോടതി ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചത് എന്ന് പിൽക്കാല വിധികൾ ആ പ്രസ്തുത കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നവ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കോടതി റിപ്പോർട്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരാമർശങ്ങളെയും നിരീക്ഷണങ്ങളെയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള അതിവൈകാരികതയെ മാറ്റി നിർത്തിക്കൊണ്ട് ആ കേസിൻ്റെ മെറിറ്റിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഏത് പശ്ചാത്തലത്തിൽ ഏത് സന്ദർഭത്തിൽ അത് എന്ന് സൂചിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിരീക്ഷണങ്ങൾ പലപ്പോഴും വൈകാരികം കൂടിയാവും, തീർപ്പുകൾ എപ്പോഴും തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് പറയുന്നത്. കാലാകാലങ്ങളായിട്ട് രാജ്യമെങ്ങുമുള്ള അഴിമതിക്ക് വാസ്തവത്തിൽ അതാത് കാലത്ത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ ചെയ്തികൾക്കനുസരിച്ചിട്ട് തീവ്രത കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ചെയ്തികളില്ലാതെ തന്നെ അതാത് സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാരിൽ ഒരു വിഭാഗവും മേധാവികളിൽ ഒരു വിഭാഗവും ജനപ്രതിനിധികളിൽ ഒരു വിഭാഗവും ഈ അഴിമതിയെ ഒരു സ്വാഭാവിക കാര്യമായിട്ട് കാണുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്.
ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉദ്യോഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഴിമതി കൂടി അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ആചാരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ വിഭാഗം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ മൊത്തത്തിലുള്ള ബ്യൂറോക്രസിയുടെ ദുഷ്പ്രഭുത്വത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു. അതിൻ്റെ ക്ലേശവും ദുരിതവും അനുഭവിക്കാത്ത പൊതുസമൂഹവും പൗരന്മാരും ഇല്ലതാനും. അത് എത്രമേൽ അറിവ് നേടിയവരായാലും സമൂഹത്തിൻ്റെ എത്ര മേൽത്തട്ടിൽ നിൽക്കുന്നവരായാലും താഴ്ത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗമായാലും ഈ അഴിമതിയുടെ കൂരിരുട്ടിലൂടെ കണ്ണുമടച്ച് യാത്ര ചെയ്ത് കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി പോകേണ്ടി വരുന്ന അവസ്ഥയും ഒരു സ്വാഭാവിക കാര്യമായിട്ട് മാറുന്ന നിലയിലേക്ക് വന്നു. വാസ്തവത്തിൽ ഭൂരിപക്ഷം ജനവും ഇപ്പോഴുള്ള ഈ അഴിമതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിധിഹിതമാണ് എന്നോ മറ്റുമുള്ള ധാരണയിൽ ഗതികേട് കൊണ്ട് അത് അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു ജനാധിപത്യ ഭരണക്രമത്തിലെ അംഗീകരിക്കപ്പെട്ട അധാർമികതയായിട്ട് അഴിമതി മാറിയിരിക്കുന്നു. അനുശീലനം കൊണ്ട് ആവർത്തിച്ചുള്ള ശീലം കൊണ്ട് വിധേയപ്പെടൽ കൊണ്ട് അധാർമികത അല്ലാതായ ഒരു സ്വാഭാവിക കാര്യമായിട്ട് അഴിമതി മാറി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതിൽ നിന്ന് എപ്പോഴും എങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് അഴിമതിയെക്കുറിച്ച് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴോ മറ്റുമാണ്. പക്ഷെ ആവർത്തിച്ചിട്ടുള്ള ആ സംഭാഷണങ്ങൾ കേട്ട് പഴകിയതുകൊണ്ട് അഴിമതിക്കെതിരെ നേതാക്കൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ രക്തത്തിൻ്റെ തിളനിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇത് എത്ര കാലമായി പറഞ്ഞു തുടങ്ങിയിട്ട് ഈ അഴിമതി ആരോപണങ്ങൾ കൂടി നേരിട്ടിട്ടുള്ള വ്യക്തിത്വമാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് അതാത് കാലത്ത് ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് പ്രതിപക്ഷം പറയുമ്പോഴും ജനത്തിൻ്റെ ഉള്ളിൽ വിചാരമുണ്ടാവുന്ന രീതിയിൽ മുൻകാല സർക്കാരുകളുടെ ചെയ്തികളും അതിൻ്റെ അഴിമതിയുടെ ചരിത്രങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നു നിന്ന് രണ്ട് ത്രാസിൽ ഏതാണ് തുലനത്തിൽ മുന്നിൽ പിന്നിൽ താഴെ മുകളിൽ എന്നുള്ള വിചാരഭേദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അഴിമതിയെക്കുറിച്ചും അനീതിയെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാനും ചോദ്യം ചെയ്യാനും താങ്കൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് മുൻകാല ചെയ്തികൾ ആ വ്യക്തിയുടെയോ ആ വ്യക്തി പ്രതിനിധാനം ചെയ്ത പാർട്ടിയുടെയോ ആ പാർട്ടിക്കകത്ത് ഓരോരോ പദവികൾ ഉപയോഗിച്ചവരുടെയോ ദുരുപയോഗം ചെയ്തവരുടെയോ ഒക്കെ ചരിത്രമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതുകൊണ്ട് അഴിമതി ചെയ്യുന്നവർക്ക് എപ്പോഴും വലിയ സുഖമാണ്. ആ സുഖം എന്ന് പറയുന്നത് അഴിമതി പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള ധാരണയോ തെറ്റിദ്ധാരണയോ ഉള്ളതുകൊണ്ട് എന്തോ ഒരു കുറ്റം ചെയ്തതിൻ്റെ ഒരു അസ്കിതയൊന്നും മുഖത്ത് വരുന്നില്ല അവരുടെ എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല ഇതിനെല്ലാം ഇടയിൽ കൃത്യമായിട്ടുള്ള ചില ഇടവേളകളിൽ ഏതെങ്കിലും വകുപ്പ് ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ ഒക്കെ ഏതെങ്കിലും ചെറിയ കൈക്കൂലി അഴിമതി കേസിൽ പിടിയിലായിട്ടുണ്ടെങ്കിൽ ആ പിടിയിലാകുന്നതിൻ്റെയും അവർ വാങ്ങിച്ച അനധികൃതമായിട്ട് വാങ്ങിച്ച ആ നോട്ടുകളിൽ കറൻസി നോട്ടുകളിൽ പുരട്ടിയ രാസവസ്തുവിൻ്റെ ഫലമായിട്ട് ആ മാന്യനെ കൊണ്ട് രാസലായനിയിൽ വിരൽ മുക്കുകയും അതിൻ്റെ നിറം മാറുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ വാർത്താ വീഡിയോ ഒരു കലിഡോസ്കോപ്പി മാജിക് വീഡിയോ കാണുന്നത് പോലെ നാം കാണുകയും അതോടെ കുറേയൊക്കെ അഴിമതിക്കെതിരെയുള്ള നമ്മുടെ രോഷം ശമിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും വാർത്തകളിലും ആ രീതിയിലാണ് പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലുള്ള തിളയ്ക്കുന്ന രക്തനിലയെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ വല്ലപ്പോഴും വിജിലൻസ് ഇത്തരത്തിൽ അഴിമതിക്കാരെ എണ്ണം പറഞ്ഞവരെ പിടികൂടിയിട്ട് അവരുടെ കയ്യിൽ ഈ നോട്ടിൻ്റെ മഷിമുക്കി ആ നീല നിറം വരുത്തുന്നതൊക്കെ കാണിച്ചിട്ട് ഇതാ പിടികൂടിയിരിക്കുന്നു, ഈ സമൂഹത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്, വിജിലൻസ് പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഭരണകൂടം അഴിമതിക്കെതിരാണ് എന്നുള്ള തോന്നലുണ്ടാക്കുകയും ഏതെങ്കിലും തരത്തിൽ അഴിമതിക്കെതിരെ കൂട്ടായിട്ടൊരു ജനകീയ രോഷം തെരുവിലേക്ക് എന്തെങ്കിലും ഉയർന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഇഞ്ചിഞ്ചായിട്ട് ശമിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭരണകൂടത്തിൻ്റെ തന്നെ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കാലാകാലങ്ങളിൽ എല്ലാ ഭരണകൂടം ഭരിക്കുമ്പോഴും വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ചില പിടുത്തങ്ങൾ വരും. ആ പിടുത്തങ്ങളിലൂടെ പൊതുജനത്തിൻ്റെ സമൂഹത്തിൻ്റെ ഉള്ളിലെ വലിയ അഴിമതിക്കെതിരായിട്ടുള്ള ധാർമ്മിക രോഷം ഉയരാതിരിക്കാനും അതിനെ ശമിപ്പിച്ചിട്ട് ഒരു സാമാന്യ നിലയിൽ സമനിലയിൽ കൊണ്ടുപോകാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. പൊതുവെ അഴിമതിയും കൈക്കൂലിയുമായിട്ട് ബന്ധപ്പെട്ട രോഷങ്ങൾ ഇത്തരം വിജിലൻസ് പിടികൂടി നോട്ടിൽ തൊട്ട കൈ കളറാക്കലും വാർത്തയുമായി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാകെയും നമ്മുടെ ഭരണക്രമത്തിൽ മുഴുവനായിട്ടും പടർന്നു പിടിച്ചിട്ടുള്ള അഴിമതിയുടെ പടർപ്പുകൾ അവിടെ അതേപോലെ തന്നെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. കാലാകാലങ്ങളിൽ പ്രതിപക്ഷം അഴിമതിക്കെതിരെ ശബ്ദിക്കുകയും ഭരണപക്ഷം അതിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്താവുകയും തെരഞ്ഞെടുപ്പ് നടക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴും പ്രതിപക്ഷം അധികാരത്തിലെത്തുകയും അഴിമതി ആരോപണത്തിൻ്റെ ബാറ്റൺ പുതിയ പ്രതിപക്ഷം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. അതിങ്ങനെ ഒരു അനുഷ്ഠാന പ്രക്രിയ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഈ വൈരുദ്ധ്യത്തിനകത്ത് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?
ഈ അഴിമതിയുടെ ഭാഗമാവുക, എൻ്റെ കീശയിലെ പണത്തിൻ്റെ ഇത്ര തുക വിനിയോഗിച്ചാൽ മാത്രമേ എനിക്ക് ഭരണകൂടത്തിൽ നിന്ന് എനിക്ക് ഒരു നീതി ലഭ്യമാവുകയുള്ളൂ എന്നുള്ള വിചാരം നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് അഴിമതിയുടെ ചരിത്ര കഥകൾ എന്ന് പറയുന്നത്. ആർക്കാണ് അഴിമതിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുറ്റമറ്റ ഒരു അന്വേഷണ സംവിധാനം വേണം, കർശനമായ ശിക്ഷാ നടപടികൾ വേണം. ഈ രണ്ട് കാര്യങ്ങളോടെയും അവസാനമില്ലാത്ത ജാഗ്രതയോടും കൂടി ആർക്കാണോ പോരാട്ടം നടത്താൻ കഴിയുക അവർക്കായിരിക്കും അഴിമതി ഇല്ലാതാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഉത്തരം. അങ്ങനെ ഒരു പോരാട്ടം നടത്താൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ പാർലമെന്ററി ഘടനയുള്ളത്. അത് ബാറ്റൺ ഏറ്റുവാങ്ങുകയും ഒരു ഭാഗത്ത് അഴിമതി നടത്തുകയും മറുവശത്ത് അതിനെതിരെ പൊരുതുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ എൻ്റെ രാജ്യമാണ്, അഴിമതി എൻ്റെ ജന്മാവകാശമാണ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അഴിമതി ലളിതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പിടിയിലാകുന്നവരൊക്കെ എപ്പോഴും അടുത്തുള്ള മൂലകളിലേക്ക് നോക്കിയിട്ട് നടൻ ജഗദീഷിൻ്റെ ഇൻ ഹരിഹർ നഗർ എന്ന ചലച്ചിത്രത്തിലെ കഥാപാത്രത്തെ പോലെ പറയുന്ന ഒരു വാക്യമുണ്ട്: ഞാൻ മാത്രമല്ല, ഓഫീസിലെ മറ്റു പലരും കൈക്കൂലി വാങ്ങുന്നുണ്ട്. ഇങ്ങനെ പറയാനുള്ള ഉളുപ്പില്ലായ്മ അഴിമതിക്കാരിൽ എങ്ങനെയാണ് വന്നു ചേരുന്നത്? അങ്ങനെ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള, ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ വിമർശനമായിട്ട് വരുന്നത്. അറിഞ്ഞില്ലേ കോടതി അഴിമതിക്കെതിരെ സംസാരിച്ചു, അറിഞ്ഞില്ലേ കോടതി അനീതിക്കെതിരെ സംസാരിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും സംസാരിക്കാൻ ജനാധിപത്യത്തിലെ ഒരു വ്യവസ്ഥ, ഒരു വലിയ നെടുന്തൂൺ ഇവിടെയുണ്ട് എന്ന് മനസ്സിലാവുന്നത്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള നെടുന്തൂണായിട്ടുള്ള കോടതി ഇടപെടുന്ന സന്ദർഭങ്ങളിൽ അതിനെ എതിർത്തുകൊണ്ട് ഭരണകൂടം രംഗത്ത് വരാറുണ്ട്. നേരിട്ട് വന്നില്ലെങ്കിലും ഭരണകൂടത്തിൻ്റെ പിണിയാളുകളെ ഉപയോഗിച്ചുകൊണ്ട് ജുഡീഷ്യൽ ആക്ടിവിസം നടക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ വലിയ തകർച്ചയിലേക്കാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അധികാര സ്വരൂപമായിട്ടുള്ള ഗവൺമെൻറ്റും സർക്കാരും ഇവിടെ ഉണ്ടായിരിക്കെ ആ സർക്കാരിലൂടെ ജനപ്രതിനിധികളിലൂടെ നടപ്പാക്കിയെടുക്കേണ്ട ഒരു ഭരണക്രമത്തെ അട്ടിമറിക്കുകയും ഏകപക്ഷീയമായിട്ടുള്ള നിയമവ്യവസ്ഥയിലൂടെ മാത്രം നടപ്പാക്കിയെടുക്കേണ്ട ഒന്നാണ് നീതി എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പലപ്പോഴും വിമർശിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ഏത് സർക്കാരിന് നേരെയും അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോഴും നാം ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. സർക്കാരുകൾക്കുപരി ഭരണ സംവിധാനത്തിലുടനീളം പടർന്നു കിടക്കുന്ന അഴിമതിയുടെ ഇത്തിൽക്കാടുകൾ ആർക്കാണ് വെട്ടിമാറ്റാൻ കഴിയുക എന്നതാണ് ആ കാര്യം. ഒരേ സമയം UDFിലും LDFിലും അധികാരത്തിൻ്റെ സിംഹാസനങ്ങളിലിരുന്ന കേരള കോൺഗ്രസ് നേതാവ് R ബാലകൃഷ്ണപിള്ള തന്നെയാണ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ മന്ത്രി എന്നതും ഓർക്കണം. എന്നിട്ടോ ശിക്ഷാകാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ചു. മാത്രമല്ല, LDF സർക്കാരിൽ മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായും അവസരം കൊടുത്തു. ഇങ്ങനെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും ശിക്ഷാ ഇളവ് നൽകി ഭരണകൂടങ്ങൾ തിരിച്ചെടുക്കുകയും പദവിയിൽ വീണ്ടും ആസനസ്ഥനാക്കുകയും ചെയ്യുന്ന പുങ്കവന്മാർ ഉള്ളതുകൊണ്ട് തന്നെയാണ് അഴിമതി അധികാരത്തിൻ്റെ ഒരു ഭാഗമാണെന്നും നാം ജനം അതിൻ്റെ അടിമകളായ വിനീതദാസന്മാർ ആണ് എന്നുമുള്ള വിചാരം പലരിലും ഉണ്ടാകുന്നത്. എന്തായാലും ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അധികം വൈകാതെ തന്നെ വിജിലൻസ് എടുത്ത ചില നടപടികളുണ്ട്. ആ നടപടികളെ ധീരമായിട്ടുള്ള നടപടികളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ വകുപ്പുകളിലെ അഴിമതി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ്, ഒരു പട്ടിക തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ആ പട്ടികയ്ക്ക് നൽകിയിരുന്ന പേര് കേരള ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സ് എന്നായിരുന്നു. അത് അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു പട്ടിക ഉണ്ടാക്കുക. എന്താണ് ആ പട്ടികയിൽ വരേണ്ടത്, ഏതൊക്കെ ഇടങ്ങളിലാണ്, ഏതൊക്കെ വകുപ്പുകളിലാണ് അഴിമതിയുള്ളതായിട്ട് കാണപ്പെടുന്നത്, എന്തൊക്കെ തരത്തിൽ അതിനെ പ്രതിരോധിക്കണം, എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളത്, അതിലേക്കുള്ള പ്രാഥമിക ലക്ഷ്യം എന്നുള്ള നിലയ്ക്കാണ് കേരള ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സ് തയ്യാറാക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാസങ്ങൾ കടന്നുപോയി. 8 മാസം എടുത്തിട്ട് 2017 മാർച്ച് മാസത്തിൽ ആ നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അഴിമതി പട്ടിക, ഒരു ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സ് തയ്യാറാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുക വരെ ചെയ്തു. പക്ഷേ നമ്മുടെ 61 സർക്കാർ വകുപ്പുകളിലെ അഴിമതി കണക്കിലെടുത്തിട്ട് ഇനം തിരിച്ചാണ് ആ പട്ടിക തയ്യാറാക്കിയത്. പക്ഷേ ഇതുവരെയും ആ പട്ടിക പ്രകാരം എന്തെങ്കിലും നടപടിയെടുത്തോ എന്ന കാര്യത്തിൽ ഈ നിമിഷം വരെയും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിലും അങ്ങനെ ഒരു ശ്രമമെങ്കിലും നടത്തിയല്ലോ എന്ന വിചാരത്തിൽ
അന്ന് പല അഴിമതി വിരുദ്ധർക്കും രോഷം ശമിപ്പിക്കാനായി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് ചില റെയ്ഡ് നടത്തിയിട്ട് 1-2 പേരെ പിടികൂടുന്ന ദൃശ്യങ്ങൾ വാർത്തകളിൽ ആവർത്തിച്ച് കാണിക്കുന്നതിലൂടെ നമ്മളുടെ രക്തത്തിൻ്റെ തിളനില കുറയ്ക്കുന്നത് പോലെ തന്നെയായി ഈ ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സും എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏതൊക്കെ വകുപ്പുകളിലാണ് അഴിമതി ഉള്ളത്, അഴിമതിയെ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുള്ളത് എന്നൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ അതാത് വകുപ്പുകളുടെ പ്രതിച്ഛായയ്ക്ക് അത് ദോഷം വരുമെന്നുള്ള വിചാരം കൊണ്ട് അതിന്മേൽ നടപടിയെടുക്കാതിരിക്കുക, കണ്ടില്ല എന്നടിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അതാത് കാലങ്ങളിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള അഴിമതി കേസുകളിൽ അന്വേഷണ സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ നിർജ്ജീവമാക്കുക എന്നത് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത തന്ത്രമാണ്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ നിർജ്ജീവരാക്കുക, അവരുടെ വകുപ്പുകൾ മാറ്റുക, ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്ത്. അതുകൊണ്ട് വിജിലൻസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും കൂട്ടിലടച്ച തത്തയാണ് എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ ഇടപെടുന്നുവെന്ന് തോന്നിപ്പിക്കുകയും വിരലിലെണ്ണാവുന്ന ചില അഴിമതിക്കാരെ പിടികൂടുന്ന ദൃശ്യങ്ങൾ നൽകുകയും ചെയ്യുന്ന താൽക്കാലിക കഴുകന്മാരുമാണ് അവർ. അങ്ങനെ പുറമേക്ക് കഴുകനായും അകമേക്ക് കൂട്ടിലടച്ച തത്തകളായും വിരാജിക്കുന്ന വിജിലൻസിനെ സാക്ഷി നിർത്തി കാലാകാലങ്ങളായി അഴിമതി അതിൻ്റെ നിസ്വാർത്ഥ സേവനം ഈ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഒരു ചോദ്യം കൂടിയുണ്ട്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി ഇടത് സർക്കാർ മാറി, ഈ അവസ്ഥ പരിതാപകരം എന്ന കോടതിയുടെ പരാമർശം, ആ പരാമർശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുമോ? അതോ അഴിമതിയുടെ എക്കാലത്തെയും സാന്നിധ്യവും അതിൻ്റെ തീവ്രതയും കോടതി പറഞ്ഞില്ലെങ്കിൽ പോലും അറിയുന്ന ജനം, അതിൻ്റെയൊക്കെ അടിമകളാണ് കാലാകാലങ്ങളായി തങ്ങൾ എന്നറിയാവുന്ന ജനം, മറ്റ് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാവുമോ വോട്ട് ചെയ്യുക? അതൊക്കെ ജനം തീരുമാനിക്കട്ടെ, നമ്മളതിൽ കയറി ഒന്നും പറയാനും കഴിയില്ല. പക്ഷേ മറ്റൊരു സംശയം കൂടി ഉന്നയിക്കാതെ വയ്യ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലിരിക്കെ ആ ചട്ടം ബാധകമല്ലാത്ത കോടതി ഒരു കേസിൽ ഒരു സർക്കാരിനെ പേരിട്ട് വിളിച്ച് ഇടതുപക്ഷ സർക്കാർ എന്ന് പ്രത്യേകം പറഞ്ഞ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി എന്ന് വിശേഷിപ്പിക്കുന്നത് ആ സർക്കാരിന് വലിയൊരു തിരിച്ചടിയായേക്കാം. കോടതി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് പുറത്തുള്ള ജനാധിപത്യത്തിൻ്റെ തൂണാണ്. അതാത് കേസുകളുടെ പരിഗണനയുടെ ഭാഗമായിട്ട് കോടതിക്ക് പരാമർശം നടത്താം. അതൊക്കെ വിധി പ്രഖ്യാപനങ്ങളെക്കാൾ വലിയ വാർത്തകളായി കൊടുക്കുന്ന മാധ്യമങ്ങൾക്കാണ് നിശ്ചിത താല്പര്യം എന്നൊക്കെ മറുചോദ്യവും വന്നേക്കാം. എന്തായാലും കോടതിയുടെ ഈ പരാമർശം ഒരിക്കൽ കൂടി ഏത് കാലത്തെയും എന്ന് മാത്രമല്ല ഇനിയുള്ള കാലത്തെയും വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്യാൻ നമുക്ക് ശക്തി നൽകട്ടെ എന്നാണ് വിചാരിക്കാൻ കഴിയുക. അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ വിജിലൻസെ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള ചോദ്യം വരുന്നു. നിങ്ങൾക്ക് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ശേഷിയും അധികാരവും ഉണ്ടോ എന്നുള്ള ചോദ്യം വരുന്നു. നിയമ ഭേദഗതിയിലൂടെ ലോകായുക്തയെ എല്ലും തോലുമാക്കിയിട്ടുള്ള ഭരണകൂടം എന്നുള്ള ആരോപണം നേരിട്ടിട്ടുണ്ട് ഒരു ഭാഗത്ത്. വലയിൽ വീണ കിളികളാണ് നാം എന്ന് വിലപിക്കുന്ന അപൂർവം ചില നല്ല വിജിലൻസ് ഓഫീസർമാർ മറുഭാഗത്തുണ്ട്. വിജിലൻസിൻ്റെ അധികാരത്തെ സർക്കാർ നിയന്ത്രിക്കരുത് എന്ന് ഹൈക്കോടതി 2017 ഒരു താക്കീത് നൽകുകയുണ്ടായി. ആ താക്കീതിൻ്റെ ഓർമ്മ കൂടി ഇതിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരികയാണ്. ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് അർമാദിക്കാൻ എന്ന് പറയുന്നത് പോലെ സർക്കാർ മാറിയിട്ട് വേണം അഴിമതി കാണിക്കാൻ എന്ന് കാത്തിരിക്കുന്നവരും മറുഭാഗത്തുണ്ട് എന്ന് ആലോചിക്കുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അഴിമതിയില്ലാത്ത ഒരു ഭരണമാണ് ഏത് സർക്കാരും അതിൻ്റെ തുടക്കത്തിൽ ആഗ്രഹിക്കുക. പക്ഷേ പിന്നീട് കടന്നു പോകുമ്പോൾ ഭരണയന്ത്രത്തിൻ്റെ തിരിവുകൾ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിലിരിക്കുന്ന അഴിമതിയുടെ എല്ലാ കൈകളും ചുവപ്പ് നാടുകളും എല്ലാം ചേർന്ന് അധികം വൈകാതെ ഭരണകൂടങ്ങളെ അഴിമതിക്കാരെ അറിഞ്ഞോ അറിയാതെയോ സംരക്ഷിക്കുന്നവരാക്കി മാറ്റുന്നു. അപ്പോൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് അതിൻ്റെ അന്തർധാരകളെന്ന് പറയുന്നത്. അതുകൊണ്ട് നിലവിലെ പ്രതിപക്ഷത്തിന് പോലും കൈമൈ മറന്ന് അഴിമതിക്കെതിരെ സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ആ അന്തർധാരയുടെ കൊളുത്തുകൾ അവരിലേക്ക് കൂടി തിരിഞ്ഞു കൊത്തിയെന്നും വന്നേക്കും. കോടതിയിൽ നിന്നെങ്കിലും ധാർമ്മിക രോഷത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ മതി അഴിമതി എന്ന് അഴിമതിയെ വെറുക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാൻ തോന്നുകയും ചെയ്യും. രാവിലെ മുതൽ വൈകിട്ട് വരെ അഴിമതിയുടെ പലതരം രാവണൻ കോട്ടകളിൽ പെട്ട് ചക്രശ്വാസം വലിച്ചിട്ടുള്ള എത്രയെങ്കിലും പേർക്കറിയാം അതുണ്ടാക്കുന്ന നിസ്സഹായത. അതുകൊണ്ട് പൗരന്മാർക്ക് വേണ്ടി ഇടപെടാൻ കോടതി മാത്രമേ ഉള്ളൂ എന്ന് വരുന്നത് നമ്മുടെ വ്യവസ്ഥയുടെ വലിയൊരു വീഴ്ചയാണ്. ജുഡീഷ്യൽ ആക്ടിവിസം വേണ്ടിവരുന്നു നമ്മുടെയൊക്കെ ചോര തിളയ്ക്കാൻ എന്നതും നിരാശാജനകമാണ്. എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ വിവേചന ബുദ്ധിയിലേക്ക് കൂടിയാണ് ഈ വാക്കുകളും വിമർശനങ്ങളും വന്നു ചേരുന്നത്. മുൻകാല അനുഭവങ്ങളും ഇക്കാല അനുഭവങ്ങളും വെച്ച് പൗരന്മാർ അവരുടെ തീരുമാനമെടുക്കട്ടെ. അഴിമതിക്കെതിരെ 100 പൂക്കൾ വിരിഞ്ഞില്ലെങ്കിലും ഒരു 10 ചെറുപൂക്കളെങ്കിലും വിരിയട്ടെ. നന്ദി.